PSC പോലുള്ള ഒരു മത്സര പരീക്ഷ ഒരു ഉദ്യോഗാർത്ഥി കാണുമ്പോൾ അത്രയേറെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെയാണ് ഒരു ഉദ്യോഗാർത്ഥി സമീപിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പക്ഷെ PSCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നിരുത്തരവാദപരമായ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില ഉത്തരവാദിത്തമില്ലാത്ത ചില സമീപനമാണ് PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ ആസൂത്രണ ബോർഡ് പരീക്ഷയിലടക്കം ക്രമക്കേടിൽ വലിയ രീതിയിൽ പുലിവാല പിടിച്ചിരിക്കുന്ന PSCക്ക് ഇന്നലെ വീണ്ടും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ച വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. രാവിലത്തെ പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് നടത്തേണ്ട ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്നാണ് ലാസ്റ്റ് ഗ്രേഡ് എഴുത്തു പരീക്ഷ സംസ്ഥാനത്തുടനീളം ഭാഗികമായി തന്നെ റദ്ദാക്കപ്പെട്ടത്. ഉദ്യോഗാർത്ഥികളുടെ ഭാവിയുമായി കളിച്ച ഈ ഗുരുതരമായ അനാസ്ഥ മൂലം സംസ്ഥാന ഖജനാവിന് 3 കോടിയിലധികം രൂപയുടെ വൻ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ആദ്യഘട്ടമാണ് ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായി നടത്താൻ തീരുമാനിച്ചത്. ഇതിൽ എന്തുകൊണ്ടാണ് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് PSC നടത്താൻ തീരുമാനിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് PSC ചെയർമാന്റെ ഒരു നീക്കം തന്നെ അല്ലെങ്കിൽ ഒരു തീരുമാനം തന്നെയാണ്. അതായത് വലിയ രീതിയിൽ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ വേണ്ടിയാണ് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ നടത്തരുതെന്ന് PSCയിലെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അത് ചെവി കൊണ്ടില്ല PSC ചെയർമാൻ. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്നലെ സംഭവിച്ചത്. ഇതിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. കിലോമീറ്ററുകൾ അകലെയുള്ള സെന്ററുകളിൽ പരീക്ഷ എഴുതാനെത്തിയ 1.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്കാണ് അധികൃതരുടെ അനാസ്ഥ കാരണം നിരാശരായി മടങ്ങേണ്ടി വന്നത്. റദ്ദാക്കിയ പരീക്ഷയുടെ പുതിയ തീയതി നാളെ ചേരുന്ന PSC യോഗം തീരുമാനിക്കും. ആലപ്പുഴ ടൗണിലെ ലജനത്തോൾ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം നമ്പർ സെന്ററിലാണ് 166 പേർക്ക് ചോദ്യപേപ്പർ മാറി നൽകിയത്. രാവിലെ 10 മുതൽ 11:35 വരെയായിരുന്നു പരീക്ഷ. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗാർത്ഥികൾ ചോദ്യങ്ങളെ പറ്റി പരസ്പരം സംസാരിച്ചപ്പോഴാണ് പിഴവ് കണ്ടെത്തിയത്. ചോദ്യപേപ്പറിന്റെ കോഡ് പരിശോധിച്ചപ്പോൾ അതിലും മാറ്റം കണ്ടതോടെ ഉദ്യോഗാർത്ഥികൾ സ്കൂളിലെത്തി പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് ചിലർ കോച്ചിംഗ് സെന്ററുകളിലും വിവരം അറിയിച്ചു. ഉദ്യോഗാർത്ഥികൾ PSC ജില്ലാ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയപ്പോഴാണ് PSC ഉദ്യോഗസ്ഥർ പോലും ഇത് അറിയുന്നത് ചോദ്യപേപ്പർ മാറി എന്നുള്ളത്. പിന്നാലെ ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 3:05 വരെ നടത്താനിരുന്ന 2ാം ഘട്ട പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് PSC ഒരു ഉത്തരവും പുറത്തിറക്കി. എന്നാൽ രാവിലെ നടന്ന പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ലെന്നും ചോദ്യപേപ്പർ മാറി നൽകിയ ഈ കേന്ദ്രത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പുനഃപരീക്ഷ നടത്തുമെന്നാണ് PSC പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു വീഴ്ച ഉണ്ടായ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിറം പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചുമതലപ്പെട്ടവർ കോഡ് നോക്കാതെയാണ് ചോദ്യപേപ്പർ പൊട്ടിച്ചത്. ചോദ്യപേപ്പറുകളുടെ കവറിന് 2 നിറമായിരുന്നു. രാവിലത്തേതിന് ബ്രൗണും ഉച്ചയ്ക്കതിന് പച്ച നിറമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ കവറിന്റെ പുറത്ത് ഫോർനൂണും അതിനുശേഷം ആഫ്റ്റർനൂൺ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുപോലും പരിശോധിക്കാൻ പരീക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കെട്ടുകൾ മാറിപ്പോയി എന്നുള്ളത് 2ാമത്തെ വീഴ്ച. ചോദ്യപേപ്പറുകളുടെ 2ാം കെട്ടാണ് സ്കൂളിലേക്ക് എത്തിച്ചത്. രാവിലത്തെ കെട്ട് പൊട്ടിച്ചപ്പോൾ OMR ഷീറ്റും അറ്റൻഡൻസും കൃത്യമായിരുന്നുവെന്നും എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ചോദ്യപേപ്പറാണ് മാറിപ്പോയതെന്ന് സ്കൂൾ അധികൃതർ തന്നെ പറയുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർന്ന വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ സ്കൂളിൽ എത്തിയപ്പോൾ മുറികൾ പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. അവിടെ ഒരു അറ്റൻഡർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. സ്കൂളിലെ പ്രധാനി സ്വന്തം മുറിയിലെ മേശക്കടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. മുമ്പും ഒരു പൊതുപരീക്ഷാ നടത്തിപ്പിൽ ഇത്തരം ഗുരുതരമായ ഒരു വീഴ്ച പുറത്തു വന്നിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അങ്ങനെ PSCക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു. അന്ന് സ്കൂളിൽ സൽപ്പേരിനെ ബാധിക്കുമെന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണാണ് തടിയൂരിയത്. 2015 അഷ്റഫ് കുഞ്ഞാഷാൻ ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളായി പ്രൊമോഷൻ നേടുന്നത്. പരീക്ഷാ കേന്ദ്രത്തിൽ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ച PSC ഉദ്യോഗസ്ഥനെ ഇന്നലെയോടുകൂടി തന്നെ PSC സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാലും ഇതിന്റെ ഒരു പ്രതിഷേധം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്.